ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബ്രൈറ്റർ സൈഡ്. ബ്രൈറ്റർ സൈഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധിയെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും കേട്ട് കാണും, എന്താണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി? അതെ, അത് കർഷകന് കൊടുക്കുന്ന ചെറിയൊരു സമ്മാനം തന്നെയാണ് ഈ കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്നത്. ഭാരതത്തിൽ കോടിക്കണക്കിന് വരുന്ന ചെറുകിട അല്ലെങ്കിൽ ഇടത്തരം കൃഷിക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ അവർക്ക് നൽകുന്ന ചെറിയൊരു ആശ്വാസ നിധി തന്നെയാണ് ഈ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്നത്. ഭാരതത്തിലുടനീളം ഏകദേശം 12 കോടി കർഷകർക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിന് ചില നിബന്ധനകളുണ്ട്. ഇത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ കർഷകന് കിട്ടുന്ന ഒരു സഹായമായി മാറും, തീർച്ചയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഉണ്ടായിരിക്കേണ്ട വസ്തുവിൻ്റെ അളവ് 4 ഏക്കർ 94 സെൻറ്റ്, അതായത് 4 ഏക്കർ 94 സെൻറ്റ് വരെ ഭൂമിയുള്ള കൃഷി ഭൂമിയുള്ള ഒരു കർഷകന് ഇതിനു വേണ്ടി അപേക്ഷിക്കാം. അപ്പോൾ എത്രയാണ് മിനിമം ഭൂമി എന്നുള്ളതിന് ഒരു മാനദണ്ഡം വച്ചിട്ടില്ല. നിങ്ങൾക്ക് എത്ര ഒരു തുണ്ട് ഭൂമി ആയിക്കോട്ടെ, അതിൽ നിങ്ങൾ കൃഷി ചെയ്യുന്നുമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്നും അത് കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സ്കീമിൽ അപ്ലൈ ചെയ്യാം. അതിന് ഒരു സമാശ്വാസ നിധി ലഭിക്കുക തന്നെ ചെയ്യും. മാക്സിമം ലാൻഡിൻ്റെ അളവാണ് 4 ഏക്കർ 94 സെൻറ്റ് എന്ന് പറയുന്നത്. സോ അതിന് മേളിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല, അത് കിട്ടത്തില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടത്തരം അല്ലെങ്കിൽ ചെറുകിട കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി അല്ലെങ്കിൽ അവർക്കുള്ള ചെറിയൊരു സഹായമായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ഒരുപക്ഷെ ഏകദേശം 90% ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു അവബോധം കാണത്തില്ല. അറിഞ്ഞവർക്ക് തന്നെ ഒരുപാട് ഡൗട്ടുണ്ട്. അപ്പോൾ ആ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യുക, ചുവന്ന ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ഇൻഫർമേഷൻ എല്ലാവരിലും എത്തിക്കുക. കുറച്ചെങ്കിലും ഒരു തുണ്ട് ഭൂമിയെങ്കിലും കാണാത്ത ജനങ്ങൾ നമ്മുടെ നാട്ടിൽ കാണില്ല. അതുകൊണ്ട് ഇത് നമുക്ക് അർഹതപ്പെട്ട പൈസ തന്നെയാണ്. കൃഷിഭൂമിയിൽ വിയർപ്പ് ചിന്തുന്ന നമ്മളെപ്പോലെയുള്ളവർക്ക് പറ്റുന്ന, അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു സമാശ്വാസ നിധി തന്നെയാണ് ഇത്. കേരളത്തിൽ ഫെബ്രുവരി 24 മറ്റോ ആണ് ഈ ഒരു പദ്ധതിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത്. കൃഷിമന്ത്രി ശ്രീ സുനിൽകുമാർ അത് നിർവഹിക്കുമെന്നാണ് കേട്ടിട്ടുള്ളത്. ഫെബ്രുവരി 24 മറ്റോ ആണ്. പക്ഷേ ഇത് സ്റ്റാർട്ടായി കഴിഞ്ഞു. കൃഷി ഓഫീസുകളിൽ പലതും ഈ ഒരു അപേക്ഷ സ്വീകരിച്ചു തുടങ്ങി. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ അപേക്ഷ നൽകേണ്ടതെന്ന് നോക്കാം. നിങ്ങൾക്ക് നിങ്ങളുടേതായ കൃഷി ഓഫീസിൽ പോയി കോൺടാക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിൽ പോകാം, അല്ലെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കമ്പ്യൂട്ടറും മൊബൈലൊന്നും ഇല്ലാത്തവരാണെങ്കിൽ കൃഷി ഓഫീസിൽ പോവുക, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ പോവുക. അവർ ഈ ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് തരും. അത് ഫില്ല് ചെയ്യുക. അത് ഫില്ല് ചെയ്യാൻ നമ്മുടെ പേര്, പിന്നെ വസ്തുവിൻ്റെ വിസ്തീർണം, ലാസ്റ്റ് കരമടച്ച തീയതി, അല്ലെങ്കിൽ അതിൻ്റെ റെസിപ്റ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുക്കണം. വളരെ സിമ്പിളാണ്. പിന്നെ ഇതിന് പ്രധാനമായിട്ടും കുറച്ച് ഡോക്യുമെൻറ്റ്സ് നൽകണം. അതായത് നമ്മുടെ വസ്തുവിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കൃഷിയിടത്തിൻ്റെ അവസാനമായി കരമടച്ച ഡേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ റെസിപ്റ്റുകൾ, അതുപോലെ തന്നെ തിരിച്ചറിയൽ കാർഡ്, ആധാറോ മറ്റോ ഏതെങ്കിലും തിരിച്ചറിയൽ കാർഡ്, അതുപോലെ തന്നെ റേഷൻ കാർഡിൻ്റെ ഫ്രണ്ട് പേജും ബാക്ക് പേജും, അല്ലെങ്കിൽ റേഷൻ കാർഡിൻ്റെ ഒരു ഫോട്ടോ കോപ്പി, അതുപോലെ തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുള്ള ബാങ്കിൻ്റെ പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ്, അല്ലെങ്കിൽ ആ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ, അല്ലെങ്കിൽ IFSC കോഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, ആധാർ കാർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും തിരിച്ചറിയൽ കാർഡ്, വസ്തുവിൻ്റെ കരമടച്ച റെസിപ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, പിന്നെ റേഷൻ കാർഡിൻ്റെ കോപ്പി അല്ലെങ്കിൽ റേഷൻ കാർഡിൻ്റെ ഫ്രണ്ട് പേജും ബാക്ക് പേജും, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. പിന്നെ ആ ഫോമും ഫില്ല് ചെയ്ത് കൃഷി ഓഫീസിൽ കൊടുക്കുക. ഒരുപക്ഷെ ചെറിയ രീതിയിലൊരു ഇൻസ്പെക്ഷൻ വന്നേക്കാം, പക്ഷെ നമുക്ക് കൃഷിയിടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അപ്രൂവ് ആകും. ഇതിന് വലിയ നിബന്ധനകളൊന്നും ഇല്ല എന്ന് തന്നെയാണ് അറിഞ്ഞത്. സോ ഇത് എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവർക്കും പാസ് ചെയ്യണം ഈ ഇൻഫർമേഷൻ. ഇപ്പോൾ പാവപ്പെട്ട അല്ലെങ്കിൽ വളരെ കഷ്ടത അനുഭവിക്കുന്ന ചെറുകിട ഇടത്തരം കർഷകർക്ക് കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന ഒരു ചെറിയൊരു സമ്മാനമാണിത്. എമൗണ്ട് എന്ന് പറയുന്നത് 6000 രൂപയാണ്. അത് 2-3 ഗഡുക്കളായിട്ടാണ് നമുക്ക് കിട്ടുക, ഒരുമിച്ച് കിട്ടത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് ഒരു 5-10 ദിവസത്തിനുള്ളിൽ ഇത് പ്രോസസ്സ് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷ് എത്തും.
അപ്പോൾ ചിലർക്ക് കുറച്ച് ഡിലേ ആകും. അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട. കാരണം ഇത് ആൾറെഡി കുറച്ച് പേർക്ക് പൈസ കിട്ടി. പക്ഷേ അപ്ലൈ ചെയ്ത എല്ലാവർക്കും ആ ചെറിയൊരു ഇൻസ്പെക്ഷൻ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒരു ചെറിയൊരു വാല്യുവേഷൻ നടത്തിയതിന് ശേഷം പൈസ കിട്ടുക തന്നെ ചെയ്യും. അതിന് വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് അറിഞ്ഞത്. ഇന്ത്യയിലാകമാനം ഏകദേശം 12 കോടി ജനങ്ങൾക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കുമെന്നാണ് അറിയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇത് അപ്ലൈ ചെയ്യുക. അത് കിട്ടും. ഒരുപക്ഷെ വരും കാലങ്ങളിൽ ഈ 6000 രൂപ എന്നുള്ളത് കൂടാനും സാധ്യതയുണ്ട്. അത് നമ്മുടെ ഭാരതത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ അനുസരിച്ചിരിക്കും. ഒരുപക്ഷെ ഇപ്പോൾ പിരിച്ചെടുക്കുന്ന നികുതികളിൽ നിന്നും മറ്റുമുള്ള വരുമാനം കൂടുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ 6000 എന്നുള്ളത് കുറച്ചുകൂടി കൂടാനും സാധ്യതയുണ്ട്. എന്തായാലും ഇത് വളരെ ഉപയോഗപ്രദമായ ഒരു മൂവ്മെൻറ്റ് തന്നെയാണ്. നിങ്ങളെല്ലാവരും ഇത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുക. അർഹതപ്പെട്ടവരെല്ലാം ഇത് നേടിയെടുക്കുക. ഇത് നമുക്ക് വേണ്ടി നമ്മുടെ സർക്കാർ തരുന്ന പൈസയാണ്. അതുപോലെ തന്നെ കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഇതിനു വേണ്ടി ധാരണയിലെത്തിയിട്ടുണ്ട്. ഇത് പൈസ കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും കേരള ഗവൺമെൻറ് അതിനു വേണ്ടിയുള്ള എല്ലാ പ്രോസസ്സും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഒരു ഔപചാരികമായ ഉദ്ഘാടനം ഈ 24 നടക്കും. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ചിലർ ഒരു റൂമർ പരത്തുന്നുണ്ട് ഫെബ്രുവരി 29 ലാസ്റ്റ് ഡേറ്റ്, അല്ലെങ്കിൽ ഫെബ്രുവരി 28 ലാസ്റ്റ് ഡേറ്റ് എന്ന്. അങ്ങനെയല്ല, മാർച്ച് 31 വരെ നമുക്കിത് അപ്ലൈ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് മാർച്ച് 31 വരെ എല്ലാവരും കാത്തിരിക്കേണ്ട. അതിനു മുമ്പേ പോയി അപ്ലൈ ചെയ്യുക. ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുക. ഞാൻ ഈ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് വേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ അക്ഷയ കേന്ദ്രത്തിൽ പോവുക, അല്ലെങ്കിൽ കൃഷി ഓഫീസിൽ പോവുക, ഫോം എടുക്കുക, ഫില്ല് ചെയ്യുക. ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടി കൊടുക്കുക. അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യണം. എല്ലാവർക്കും ഇത് മനസ്സിലായി അല്ലെങ്കിൽ ഉപയോഗപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗപ്രദമായെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക, ഒരു കമൻറ്റ് കൊടുക്കുക. ബിക്കോസ് നിങ്ങളുടെ ചെറിയ കമൻറ്റുകൾ ഞങ്ങൾക്ക് വളരെ പ്രചോദനമാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, വിൽ ബി ബാക്ക് വിത്ത് അനദർ യൂസ്ഫുൾ എപ്പിസോഡ്. താങ്ക് യു all.